സാറിന്റെ തിരക്കാണ് ദീപേട്ട മുതലെടുത്തത്. ഇനിയുള്ള കാലം പരസ്പരം സ്നേഹിച്ച് ഒരേ മനസ്സോടെ ജീവിക്കാമെന്ന് ദീപേട്ടൻ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ആയിക്കോട്ടെ. ഈ വർമ്മ സാറിന് ഇത് എന്തു പറ്റി? ശരി, ഞാൻ പിന്നെ വിളിക്കാം. ദീപേട്ട വല്യമാവൻ ഒരു ചെറിയ മാൻ കൂടി ഇവിടെ ഉണ്ട്. അയാളെ മേട്ടുപാളം കാട്ടിലേക്ക് കെട്ടിയെടുത്തിരിക്കുക. ശേഖര പുള്ളിമാൻ. എനിക്ക് ചില പോലീസുകാരുടെ സ്വഭാവം ഇപ്പോ ഇവനെ കാണുമ്പോ കാരണം നോക്കി അടിക്കാൻ തോന്നും. വാ നന്ദു, നമുക്ക് വല്യമാരുടെ അടുത്തേക്ക് ചെല്ലാം. എന്താണ് ഇതൊക്കെ? അലമ്പിനാണോ അതോ ആത്മാർത്ഥയോടെയാണോ? വല്യമാവൻ ചോദിച്ച എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിനക്ക് കാര്യമൊക്കെ മനസ്സിലായി, പക്ഷേ നീ എന്നെ ആക്കുവാ. നീ പഠിച്ച കളനാണെന്ന് നിന്നെക്കാൾ കൂടുതൽ എനിക്കറിയാം. കുട്ടിക്കാലത്തെ ചില വികൃതികള് ഞാൻ വല്യമാന്റെ മുമ്പിൽ കാട്ടിയിട്ടുണ്ട്. അതല്ലാതെ ഓ, വികൃതികളോ? ഈ കുട്ടിയോട് നിൽക്കുന്നുണ്ട്, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്കറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പരസ്പരം വഞ്ചിക്കാതെ സത്യസന്ധമായ ഒരു വിവാഹത്തിനാണോ നിങ്ങൾ ഒരുങ്ങുന്നതെന്ന്. ഞാൻ എനിക്കുണ്ടായ കുഴപ്പങ്ങളും പാളിച്ചകളും എല്ലാം ഞാൻ നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ട് വല്യമ്മാവ. നന്ദുവോ? അതാരാ? നന്ദന. ഓ, നന്ദനെ ഞാൻ നന്ദു എന്നാ വിളിക്കുന്നത്. ഓ, ഞാൻ ദീപേട്ടനെന്നാ വിളിക്കുന്നേ. ഒരാഴ്ച കഴിഞ്ഞ് മാറ്റി വിളിച്ചോളൂ. അല്ല, വല്യമ്മാൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. എനിക്ക് ജീവിതത്തിൽ ഒത്തിരി തെറ്റുകളും കുറ്റങ്ങളും പറ്റിയിട്ടുണ്ട്. അതൊക്കെ ചെറുപ്പത്തിന്റെ അവിവേകം കൊണ്ട് പറ്റിപ്പോയതാ. അതെ, അവിവേകമൊന്നുമല്ല, നല്ല അടി കിട്ടാത്തതിന്റെ കുഴപ്പമാ. എല്ലാ തെറ്റുകളും തിരുത്തി സമാധാനത്തോടുള്ള ഒരു കുടുംബജീവിതം നയിക്കണമെന്നാ എന്റെ ആഗ്രഹം. അതിന് വല്യമ്മാവൻ എനിക്കൊരു അവസരം ഒരുക്കി തരണം. ഞാൻ എന്തിനാ അവസരം ഒരുക്കി തരുന്നത്? അവസരമൊക്കെ നിങ്ങൾ തന്നെ ശരിയാക്കി എടുത്തില്ലേ? ഞാൻ അമേരിക്കയിലായിരുന്നപ്പോ ദീപേട്ടനും ഞാനും തമ്മിൽ ഒത്തിരി സംസാരിക്കുമായിരുന്നു. എല്ലാം എന്നോട് ദീപേട്ടൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞ ദീപേട്ടനൊരു കുമ്പസാര കൂട്ടി നിന്ന പോലെ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കുമ്പസാരോ? കുട്ടിയാരാ? പള്ളിയിലച്ഛനാ? ഒരു പ്രായത്തിൽ പലർക്കും പല അബദ്ധങ്ങളും പറ്റുമല്ലോ സർ. ദീപേട്ടനെ പറ്റിയിട്ടുള്ള അബദ്ധങ്ങളെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അച്ഛന്റെ സംരക്ഷണം ഇല്ലാതെ വളർന്ന കുട്ടിയല്ലേ സർ ദീപേട്ടൻ. അതിൻ്റെതായ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിന്ന് വരും. അച്ഛനില്ലാതെ വളർന്നോ? ഇവന്റെ കൂടെ എന്നും ഇവന്റെ അമ്മ ഉണ്ടായിരുന്നു. ഇവന്റെ അച്ഛന്റെ സ്ഥാനത്ത് അമ്മാവനായ ഈ ഞാനും ഉണ്ടായിരുന്നു. സാറ് മിനിസ്റ്റർ ആയിരുന്നു. സാറിന്റെ തിരക്കാണ് ദീപേട്ട മുതലെടുത്തത്. ഇനിയുള്ള കാലം പരസ്പരം സ്നേഹിച്ച് ഒരേ മനസ്സോടെ ജീവിക്കാമെന്ന് ദീപേട്ടൻ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ആയിക്കോട്ടെ. എന്തായാലും ഞാൻ അനന്തമ്പിളി ഒന്ന് കാണട്ടെ, എന്നിട്ട് ബാക്കി പറയാം. എന്താ വിനോദേ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ജയിൽ സൂപ്രണ്ടിന്റെ ബർത്ത്ഡേ വല്ലതും ആണോ? സ്പെഷ്യൽ ഫുഡ് വല്ലതും ഉണ്ടോന്ന് അറിയാനാ. സാറിന് സ്പെഷ്യൽ ഫുഡ് വല്ലതും വേണമെങ്കിൽ ഞാൻ വാങ്ങിത്തരില്ലേ? ഓ, ഞാനിപ്പോ വന്നതേ സാറിന് വിസിറ്റേഴ്സ് ഉണ്ട്. വിസിറ്റേഴ്സോ? എനിക്കോ? ചെറിയ ആളൊന്നുമല്ല സാറിനെ കാണാൻ വന്നിരിക്കുന്നത്. മുൻമന്ത്രി പ്രതാപവർമ്മ സാറാ. ഓ, കൂടെ അദ്ദേഹത്തിന്റെ മകളും മരുമോനും ഉണ്ട്. ആഹാ, എന്നാ വരാൻ പറയടോ. ആ, സാർ അകത്തേക്ക് വന്നോളൂ.
ഇതൊരു അത്ഭുതമാണല്ലോ. എന്നെ അകത്താക്കാൻ മുൻകൈ എടുത്തവർ എന്നെ കാണാൻ വന്നിരിക്കുന്നു. ആ അധ്യായമൊക്കെ കഴിഞ്ഞോളൂ അനന്തപിള്ളേ. ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് തന്റെ പഴയ ശത്രുക്കളായിട്ടല്ല, മിത്രങ്ങളായിട്ടാ. ഓ, വിരിഞ്ഞ മാറും നിറഞ്ഞ ഹൃദയമുള്ളവർ ആരോടും ശത്രുതയൊന്നും വെച്ച് പുലർത്താറില്ല. ശത്രുക്കളെയും സ്നേഹിക്കുക തന്നെ ചെയ്യും. ഓ, വളരെ സന്തോഷം വർമ്മ സാറേ. ഇപ്പോ എനിക്ക് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലായി. എന്റെ ഭാര്യയും മകളും അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലേ? വന്നിട്ടുണ്ട്. അക്കാര്യം സംസാരിക്കാനാ ഞാൻ മോളെയും രാജുനെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. ഋതുമോളെ, രാജു, നിങ്ങളോട് എനിക്ക് പരാതിയോ പരിഭവമോ ഒന്നുമില്ല. ഞാൻ ചെയ്തതിനുള്ള ശിക്ഷയാ ഞാൻ അനുഭവിക്കുന്നത്. അതെനിക്ക് കിട്ടിയേ പറ്റൂ. ഞങ്ങൾക്കും വഴക്കൊന്നുമില്ല സാറേ. ഇപ്പോൾ ഞങ്ങൾ വന്നത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാ. മനസ്സിലായി? എന്റെ ഭാര്യയും മകളും അവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. എന്റെ അറിവോടെയാണ് അവരവിടെ വന്നിരിക്കുന്നത്. എന്റെ അനുവാദം ചോദിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു, എന്നെപ്പോലെ അല്ല പ്രതാപ് വർമ്മ സാറ്. അദ്ദേഹം ശത്രുതയൊന്നും സൂക്ഷിക്കുന്ന ആളല്ല എന്ന്. അപ്പോ ദീപക് തന്റെ മകളെ കല്യാണം കഴിക്കുന്നതിന് തനിക്ക് എതിർപ്പൊന്നുമില്ല? ഞാൻ എതിർത്തിട്ട് എന്ത് കാര്യം സാറേ? ഞാനിവിടെ ജയിലിലല്ലേ. ആ ഇലക്ഷൻ കാലത്ത് എന്റെ മകളെ കല്യാണം കഴിക്കണമെന്ന് അവൻ ഒരാഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ ഞാനത് സമ്മതിക്കുകയും ചെയ്തു. ഒറ്റ കാര്യം എനിക്ക് പിള്ളയോട് ചോദിക്കാനുള്ളൂ. എന്റെ അനന്തരവൻ ദീപകിനെ കൊണ്ട് തന്റെ മകൾ നന്ദനെ കല്യാണം കഴിപ്പിക്കാൻ തനിക്ക് പൂർണ്ണ സമ്മതമാണോ അല്ലയോ? 100 വട്ടം സമ്മതമാണ് സാറേ. ഇതിനപ്പുറം ഒരു ഭാഗ്യം എന്റെ മകൾക്ക് കിട്ടാനുണ്ടോ? ദീപകിന്റെ സ്വഭാവം ശരിക്കും അറിയാലോ. അതറിയാം. അതൊക്കെ ഒരു നല്ല കുടുംബജീവിതമാകുമ്പോൾ അങ്ങ് മാറിക്കോളും. ഞാൻ ഉള്ള കാര്യം പറയാലോ. എന്നെപ്പോലെയല്ല എന്റെ ഭാര്യയും മകളും. വെറും പഞ്ചപാവങ്ങളാ വർമ്മ സാറേ. എന്റെ മകൾ വർമ്മ സാറിന്റെ വീട്ടിലേക്കാണ് വരുന്നതെങ്കിൽ അവൾക്ക് ജന്മാന്തര പുണ്യമുണ്ട്. ഞാൻ നിങ്ങളോടൊക്കെ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഒരിക്കൽ കൂടി മാപ്പ് ചോദിക്കുന്നു. എന്റെ മോളെ സാറാ കുടുംബത്തിലേക്ക് സ്വീകരിച്ച് അനുഗ്രഹിക്കണം.